EVSന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഷേപ്പ് ഓഫ് ലീവ്സ്, കളർ ഓഫ് ഫ്ലവേഴ്സ്, ഈ രണ്ട് ടോപ്പിക്കുകളാണ്. ഇലകളെയും പൂക്കളെയും പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ട് ഇന്നത്തെ ദിവസത്തെ വൊക്കാബുലറി പേജ് നമ്പർ 9 നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അറിയാത്ത പദങ്ങൾ ഒന്ന് റൗണ്ട് ചെയ്യുക, ബുക്കിലോട്ട് എഴുതുക. ഫീച്ചേഴ്സ്, സ്റ്റെം, ഒബ്സർവ്, ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ, സ്പിനാച്ച്, ഹിബിസ്കസ് തുടങ്ങിയ പദങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഫീച്ചേഴ്സ് സവിശേഷതകൾ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ്, പെക്യുലാരിറ്റീസ് ഇതെല്ലാം പ്രത്യേകതകളാണ്. സ്റ്റെം ഒരു ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൊമ്പ് അല്ലെങ്കിൽ തണ്ട്. ഒബ്സർവ് നിരീക്ഷിക്കുക എന്നുള്ള വാക്കാണ്. ലുക്ക് എന്ന വാക്കിനേക്കാളും കുറച്ചുകൂടെ അനുയോജ്യമായിട്ടുള്ള പദമാണ് നിരീക്ഷിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ജസ്റ്റ് കാണുക എന്നുള്ള അർത്ഥത്തിനേക്കാൾ കൂടുതൽ. ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ജൈവ വൈവിധ്യ ഉദ്യാനം. പൊതുവെ ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ വീട്ടുമുറ്റത്തോ അടുക്കള തോട്ടത്തിലോ എല്ലാം കുറച്ച് ചെടികൾ, അവയെ ആശ്രയിച്ച് കഴിയുന്ന ചില ചെറിയ ജീവികൾ, അങ്ങനെയുള്ളൊരു ജൈവ ശൃംഖലയാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുക. ജൈവ വൈവിധ്യം വിവിധ തരം ജീവജാലങ്ങൾ ഉൾപ്പെടുന്നു. സ്പിനാച്ച് ചീരയാണ്. ഇന്നലെ പഠിച്ച വാക്ക് അമരാന്തസ് ആണ്, അല്ലെങ്കിൽ അമരാന്ത് എന്നുള്ള പദം ആലോചിച്ച് വെച്ചേക്കുക. ഹിബിസ്കസ് ചെമ്പരത്തിയാണ്. ഷൂ ഫ്ലവർ എന്ന വാക്ക് കേട്ടാലും അതായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ വൊക്കാബുലറിയുടെ കൂട്ടത്തിൽ നമ്മൾ ഇതുവരെയും എഴുതിയിട്ടുള്ള പദങ്ങൾ എല്ലാം ഒരു ഭാഗത്ത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ മലയാളം എഴുത്തിന്റെ പുസ്തകത്തില് ചാപ്റ്റർ തുടങ്ങുന്ന ഒരു പാട്ടോട് കൂടിയാണ്. കിളിതൊട്ട പൂവേത്, പൂവിന്റെ പേരെന്ത്, പൂവിന്റെ നിറമെന്ത് പറയാമോ. അപ്പൊ പൂവിന്റെ പേരൊരു കോളത്തിലും പൂവിന്റെ നിറം മറ്റൊരു കോളത്തിലുമായിട്ട് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ കിളിതൊട്ട ഇലയേത്, ഇലയതിൻ പേരെന്ത്, ഇല തന്നെ ആകൃതി പറയാമോ. അപ്പൊ ഇലയുടെ പേരും ഇലയുടെ ആകൃതിയും നിങ്ങൾക്ക് ഒരു ടേബിളായിട്ട് എഴുതാവുന്നതാണ്. ഇല വെച്ചുള്ള ഒരു ആൽബം തയ്യാറാക്കുന്നതിന് കൂടി ശ്രദ്ധിക്കുക. ഇപ്പൊ തന്നെ ഇലകൾ കളക്ട് ചെയ്ത് അവ പത്രത്തിലൊക്കെ വെച്ച് അതിന്റെ മുകളിൽ കുറച്ച് ലൈറ്റ് ഒക്കെ വെച്ച് അതിന്റെ ഈർപ്പൊക്കെ കളയുക. നല്ലതുപോലെ ഈർപ്പം പറ്റിയതിനു ശേഷം മാത്രമേ ബുക്കിൽ ഒട്ടിക്കാവൂ. ബുക്കിൽ ഒട്ടിക്കുന്നതിനേക്കാളും നല്ലത് A4 ഷീറ്റ് കളക്ട് ചെയ്ത് അതൊരു ആൽബം പോലെ തയ്യാറാക്കുന്നതായിരിക്കും. ഒരു 10-15 പേജ് വ്യത്യസ്തമായിട്ടുള്ള ഇലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ലീഫ് കളക്ഷൻ ആരംഭിക്കാവുന്നതാണ്. സമ്മർ വെക്കേഷനിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഔട്ട്ഡോർ ആക്ടിവിറ്റി കൂടിയാണ് ഇത്. അപ്പൊ ഇവിടെ വ്യത്യസ്തമായ ചെടികളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. പരിചയം ഉള്ളത് നോക്കുക, ഓർത്തിരിക്കുക. ഒരു 5 മിനിമം ഓർത്തിരിക്കുക. ബനാന ലീഫ് എന്ന് ഓർത്തിരിക്കുന്നതിന് നിങ്ങൾക്ക് പ്ലാന്റെയിൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. പ്ലാന്റെയിൻ വാഴയ്ക്ക് പറയുന്ന ഒരു പേരാണ് പ്ലാന്റെയിൻ. പൊതുവെ ഇലകൾ ലോങ് ആൻഡ് നാരോ വരാം, അല്ലെങ്കിൽ സ്മാൾ ആൻഡ് നാരോ വരാം. ആ രീതിയിലാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. അല്ലെങ്കിൽ നീളമുണ്ടോ, ചെറുതാണോ, വലുതാണോ, ട്രയാങ്കിൾ ഷേപ്പാണോ, ഓവൽ ഷേപ്പാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ പദങ്ങൾ ആലോചിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്കത് കണ്ടെത്തി എഴുതാൻ സാധിക്കും. അപ്പോ ചെയ്യാനുള്ളത് നിങ്ങളുടെ വീടിന് മുമ്പിലുള്ള അല്ലെങ്കിൽ വീടിന് ചുറ്റുമുള്ള ചെടികളെയൊക്കെ ഒന്ന് നോക്കുക. പരിചയമുള്ള ഏതൊക്കെയാണെന്ന് നോക്കുക. പരിചയം ഇല്ലാത്തവയാണെങ്കിൽ അവരുടെ പേരുകൾ രക്ഷിതാവിനോട് ചോദിച്ച് ഒരു ടേബിൾ എഴുതുക. 5-10 എണ്ണം നല്ല രീതിയിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഫ്ലവർ നെയിം ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ഭാഗം ചെയ്യാവുന്നതാണ്. കോമൺ കളേഴ്സ്, അവയുടെ ഫ്ലവറിന്റെ കളർ എഴുതാൻ നിങ്ങൾക്ക് ഒരു ടേബിൾ ചെയ്യാവുന്നതാണ്. പൂക്കളുടെ ചിത്രം വരയ്ക്കാൻ അറിയാവുന്നവർക്ക് പൂക്കളുടെ ചിത്രം വരച്ച് അവയുടെ പേരും എഴുതി അവയുടെ നിറവും വേണമെങ്കിൽ നിറം കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നിറം അവിടെ എഴുതി ചെയ്യാവുന്നതാണ്. ഒരു ഉദാഹരണമായിട്ട് റോസ് പറയുന്നു. റോസപ്പൂവിന് റെഡ് കളർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഏത് നിറം വേണമെങ്കിലും അവിടെ നമുക്ക് ടേബിളായിട്ട് എഴുതാൻ സാധിക്കും. ഈ രീതിയിൽ പരിചയമുള്ള പദങ്ങൾ അല്ലെങ്കിൽ പേരുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അവയെ അതും 5-ന്റെയോ 10-ന്റെയോ ടേബിളുകളായിട്ട് എഴുതാവുന്നതാണ്. ഇക്സോറ എന്ന പദം പഠിച്ചു വെച്ചേക്കുക. തെറ്റിപ്പൂവാണ്, അല്ലെങ്കിൽ ചെത്തി, തെറ്റി, തെച്ചി എന്നൊക്കെ പറയുന്ന പൂവാണ് ഇക്സോറ. ഇക്സോറയെ ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ പാഠപുസ്തകത്തിലുള്ള പേരാണ് ഇക്സോറ. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ചാപ്റ്റർ തുടങ്ങുന്നത് ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ് എന്ന് പറയുന്ന ഈ സോങ് തന്നെയാണ്. അതിന്റെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഭാഗങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. വായിച്ചു നോക്കുക. നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് ഫസ്റ്റ് പേജിൽ ഈ ഒരു പോയമാണ്. ഇതിൽ 3 കാര്യങ്ങളായിരുന്നു.
ട്രീയ കണ്ടെത്തുക, അവയെ വലുതാണോ ചെറുതാണോ എന്നുള്ളൊരു ടേബിള് നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നെയിം ഓഫ് ഫ്ലവർ, കളർ ഓഫ് ഫ്ലവർ, അതിനോടൊപ്പം നെയിം ഓഫ് ലീഫ്, ഷേപ്പ് ഓഫ് ദ ലീഫ്, അങ്ങനെ 3 ടേബിളുകളാണ് നമ്മൾ ഈ 3 ക്ലാസ്സുകളിലായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ EVS ക്വിസ്, ഇന്നത്തെ 3ാമത്തെ ദിവസമാണ്. 3ാമത്തെ ചോദ്യം. ക്വിസിന് ബുക്കിന് പിറകിൽ ഒരു ക്വിസ് ബുക്ക് പോലെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കാര്യങ്ങൾ. വിച്ച് ഫ്ലവർ ഈസ് നോൺ ആസ് ദ നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? ആൻസർ ലോട്ടസ് ആണ്. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? ആ ചോദ്യമാണ് കേൾക്കുന്നതെങ്കിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കണിക്കൊന്നയാണ്. കണിക്കൊന്ന. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ആലോചിക്കുക. ഇന്നത്തെ ചോദ്യത്തിന്റെ ആൻസർ വാട്ട് ഡു ട്രീസ് അബ്സോർബ് ദാറ്റ് ഹെൽപ്സ് റെഡ്യൂസ് പൊല്യൂഷൻ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ പറയുന്ന വർക്കുകളും അതിനോടൊപ്പം ആക്ടിവിറ്റി കാർഡുകളും നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ USS 2025 കേരള എന്ന് സെർച്ച് ചെയ്യുക, DM ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട PDF